വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആൻറ്റപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയുടെ ഇന്റീരിയർ സൗണ്ട് പ്രൂഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ബിബി, യെസ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ സമയത്തായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷെ നമുക്ക് മെയിനായിട്ട് സ്റ്റുഡിയോയുടെ അകത്തോട്ട് പോകട്ടോ. Back to another episode of Antapan Talkies podcast. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയുടെ വർക്ക് കംപ്ലീറ്റ് ആയി, ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാലേ സ്റ്റുഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ സ്റ്റുഡിയോയിൽ അറിയുള്ളൂ അല്ലേ? ഈ സൈഡിൽ പല ഫ്രെയിം ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. റൂഫിലാണ് ഇത്തവണ ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് സോഫ്റ്റ് ബോക്സ് നമ്മൾ റൂഫിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈക്വലി എല്ലായിടത്തേക്കും ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. നമ്മൾ ഓരോ തവണയും ലൈറ്റ് എടുത്തെടുത്ത് മാറ്റാനും എടുക്കാനും ഒന്നും പോകണ്ട. ജസ്റ്റ് അവിടെ ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ സൗണ്ടിൽ എത്ര ഫോക്കസ് ചെയ്യുന്നോ അതുപോലെ തന്നെ ലൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. ലൈറ്റ് ഒരു ലൈറ്റ് വെച്ചിട്ട് കാണാം. നമ്മൾ യൂസ് ചെയ്യുന്നത് കൊഡാക്കിന്റെ വീഡിയോ ലൈറ്റ് ആണ്. RGB ലൈറ്റ് ആണ് അതിൽ എടുത്തത്. സോ ദിസ് ഈസ് our moon lamp. അങ്ങനെയാണോ ഞാൻ പറയാ? അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു. അതിന് പറയാൻ തോന്നുന്നു. ഇങ്ങനെ വെക്കാം, ഇങ്ങോട്ട് വെക്കാം, ഇങ്ങനെ വെക്കാം അല്ലേ? യെസ്. അങ്ങനെയല്ല, കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആക്കി വെച്ചോ. താഴോട്ട് വെച്ചോ. മതി. അതാകുമ്പോ കറക്റ്റ് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈക്വലി ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇടട്ടെ. ഇപ്പൊ ഒരു മാറ്റം മനസ്സിലായിട്ടോ. പക്ഷെ കുറച്ചും കൂടെ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലേ? ഇതിന്റെ പവർ ഇനിയും ചേഞ്ച് ചെയ്യാം, ഡിഫറെന്റ് ആക്കാം. നേരത്തെ ഒരു ഇൻട്രോയിൽ ഉണ്ടായിരുന്ന ഫേസും അതിന്റെ ഒരു ലൈറ്റിങ്ങും ഇപ്പൊ വന്നിട്ടുള്ള ഒരു ലൈറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് വീഡിയോയിൽ മനസ്സിലാവും ഞാൻ വിചാരിക്കണം. ഓഫ് കോഴ്സ് മനസ്സിലാവും. So finished. Almost അല്ല, ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസം കൊണ്ടിട്ട് വലിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെ കാണാം, അവിടെ കണ്ട നമ്മൾ അതിന്റെ ഇപ്പുറത്ത് ചെയ്യാൻ നോക്കി, അതിന്റെ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ. പിന്നെ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 2 ഹിന്ദി ചേട്ടന്മാരാണ് നമുക്കിതിന്. ഹിന്ദിയല്ല, അവര് വേറെ ഞാൻ ഹിന്ദി ആക്കിയതേ ഉള്ളൂ. അങ്ങനെ വന്നിട്ട് ഈ സാധനം അടിച്ചു വെച്ച് അല്ല, അങ്ങനെ വന്നിട്ട് ഈ സാധനം അടിച്ചു വെച്ചിട്ട് ഈ കമ്പിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങി. പുള്ളി നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇതാണ് മോനെ, അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പുള്ളിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞ ഭാഷ ഏതാണെന്ന് അറിയാത്തോണ്ട് പിന്നെ ഞാൻ മനസ്സിലായി ചോദിക്കാൻ പോയില്ല. ഓക്കെ ഗൈസ്, എന്തായാലും ഫുൾ സെറ്റപ്പ് മാറിയിട്ടുണ്ട്. എന്താ ലൈറ്റ് ലുക്സ് വെരി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. We are coming back. Music licensing reimagined. അപ്പൊ ഗൈസ്, നമ്മുടെ സ്റ്റുഡിയോ ഫുൾ കണ്ടല്ലോ അല്ലേ? കണ്ടില്ല മുഴുവൻ പിന്നെ കാണിച്ചു തരാം. മുഴുവൻ പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണിച്ചു തരാം. ഓരോ സാധനങ്ങളുടെ പുറകിൽ ഓരോ സ്റ്റോറീസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുള്ള വൻ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഇപ്രാവശ്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റിംഗ്
കാര്യം ഇനി ഇത് ഇപ്പോഴും നിങ്ങൾ കാണുമ്പോൾ ഇതൊരു വ്ളോഗിങ് സ്റ്റൈലിൽ മാത്രമേ ഉള്ളൂ. ഒരു പെർമനന്റ് സ്ഥലത്ത് വരയ്ക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അത് മനസ്സിലുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ സെന്ററിൽ നിന്ന് ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സൈഡിൽ നിന്നുമുള്ള ഈ ഷാഡോസിന്റെ കട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുക. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തുടക്കത്തിൽ നമ്മുടെ വീഡിയോ എങ്ങനെ ഇരുന്നു എന്നും ഇപ്പോ നമ്മുടെ വ്യത്യാസം എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം സ്റ്റുഡിയോയിൽ നമ്മൾ ലൈറ്റിങ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി എഡിറ്റിംഗ് വർക്കിലുള്ള സംഭവം തീർന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ കണ്ട എന്നെ ഇപ്പൊ കാണാനൊരു മെനയായി നേരത്തേക്കാളും. നേരത്തെ ഒരു പ്രാന്തനെ പോലെ ഉണ്ടായിരുന്നു. അല്ല അത് ലൈറ്റിന്റെ വ്യത്യാസമാണ്. ലൈറ്റിന്റെ വ്യത്യാസം മാത്രമല്ല. ഓക്കെ, അപ്പൊ ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.